ഓവർ ആക്റ്റീവ് ബ്ലാഡർ അഥവാ അമിതമായി പ്രവർത്തിക്കുന്ന മൂത്രസഞ്ചി നിയന്ത്രിക്കാനുള്ള ചികിത്സാ രീതികളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. അതാണ് ഇന്നത്തെ ഫാമിലി ഡോക്ടർ പറയുന്നത്. കൊച്ചി VPS ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ യൂറോളജി വിഭാഗം അസോസിയേറ്റ് കൺസൾട്ടന്റ് ഡോക്ടർ ആദിൽ അബ്ദുള്ളയാണ് ഇന്നത്തെ ഫാമിലി ഡോക്ടർ. അദ്ദേഹം അതിനെക്കുറിച്ചാണ് പറയുന്നത്. വെൽക്കം ഡോക്ടർ. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS ലേക്ക് ഷോർ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഓവർ ആക്റ്റീവ് ബ്ലാഡർ എന്ന ഒരവസ്ഥയെ പറ്റിയാണ്. ഇത് കൂടുതലായി സ്ത്രീകളിൽ, മധ്യവയസ്കരായ സ്ത്രീകളിലാണ് കാണുന്നത്. അവർ അത് ഓവർ ആക്റ്റീവ് ബ്ലാഡറിൻ്റെ അനാവശ്യമായിട്ടുള്ള ആക്ടിവിറ്റി കാരണം മൂത്രം പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥ, മൂത്രം ഉടനെ ഒഴിച്ചില്ലെങ്കിൽ ലീക്കാവുന്ന അവസ്ഥ എന്നിവ ഉണ്ടാകുന്നു. ഇത് കാരണം ഈ രോഗികൾ, ഈ ഒരു അവസ്ഥയിലുള്ള രോഗികൾ പലപ്പോഴും അവരുടെ ഉള്ളിൽ ഈ ബുദ്ധിമുട്ട് കാരണം കുറേ നാളായി ഇത് സഹിക്കുന്ന പ്രവണതയാണ് നമ്മൾ കാണുന്നത്. ഈ ഓവർ ആക്റ്റീവ് ബ്ലാഡർ എന്നുള്ള കണ്ടീഷൻ മൂത്രസഞ്ചിയിലേക്കുള്ള ഞരമ്പിൻ്റെ അമിതമായ ആക്ടിവിറ്റി കാരണം മൂത്രസഞ്ചി നമുക്ക് മൂത്രമൊഴിക്കാനില്ലാത്ത അവസ്ഥയിലും മൂത്രസഞ്ചി അമുങ്ങുകയും മൂത്രം താഴെക്കൂടി ലീക്കാവുകയും ചെയ്യുന്ന അവസ്ഥയാണ്. ഇത് കൂടുതലായിട്ട് സ്ത്രീകളിലാണ് കാണുന്നത്. എന്നിരുന്നാൽ തന്നെയും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കമുള്ള പുരുഷന്മാരിലും കാണാറുണ്ട്. ഓവർ ആക്റ്റീവ് ബ്ലാഡർ എന്നുള്ള അവസ്ഥയ്ക്കുള്ള ചികിത്സ എന്ന് പറയുന്നത് നമ്മൾ പ്രാഥമികമായി പറയുന്നത് ലൈഫ് സ്റ്റൈലിലുള്ള ചേഞ്ചസ് ആണ്. സമയാസമയങ്ങളിൽ വെള്ളം കുടിക്കുകയും സമയാസമയങ്ങളിൽ മൂത്രമൊഴിക്കുകയും ചെയ്യണം. അത് നമ്മുടെ ബ്ലാഡറിൻ്റെ ഡൈനാമിക്സ് അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തന രീതിയെ വളരെയധികം കാര്യക്ഷമതയുള്ളതാക്കും. രണ്ടാമത്തെ കാര്യം, ചില ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ ഒഴിവാക്കണം. ബ്ലാഡറിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഭക്ഷണങ്ങൾ, അതായത് എരിവും പുളിയും വളരെയധികം ഉള്ള ഭക്ഷണം, ചായ, കാപ്പി, അതേപോലെ തന്നെ പാലുൽപ്പന്നങ്ങൾ എന്നിവ വർജിക്കുന്നതിനാലും ഇത് കുറയുന്നതായിട്ട് കാണാം. ഓവർ ആക്റ്റീവ് ബ്ലാഡർ എന്നുള്ളത് താൽക്കാലികമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഇതിന് മരുന്നുണ്ട്. മരുന്നുകൊണ്ട് വളരെ ഫലപ്രദമായ ചികിത്സ നമുക്ക് നേടാൻ പറ്റും. അപൂർവമായിട്ട് ഓവർ ആക്റ്റീവ് ബ്ലാഡറിന് ഒരു മരുന്ന് കൊണ്ട് ആശ്വാസം കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ മൂത്രസഞ്ചിയുടെ ഉള്ളിലേക്ക് ബോട്ടോക്സ് പോലുള്ള ഇഞ്ചക്ഷൻ ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം വ്യത്യാസം കാണുന്നതായി കാണാം. നമ്മുടെ OPയിൽ വരുന്ന 95% ഓവർ ആക്റ്റീവ് ബ്ലാഡറും ഈ ചികിത്സാ രീതികൾ കൊണ്ട് തന്നെ പൂർണ്ണമായി നമുക്ക് ഭേദമാക്കാൻ കഴിയും. ഓവർ ആക്റ്റീവ് ബ്ലാഡറിന് ഉള്ള ഈ ഞരമ്പിൻ്റെ പ്രശ്നമല്ലാത്ത ഏതെങ്കിലും റീസൺസും കൂടി ഉണ്ടോ എന്നുള്ളതും നോക്കേണ്ടത് ആവശ്യമാണ്. അതിനായി നമ്മൾ ചികിത്സയ്ക്ക് മുമ്പായി ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് മൂത്രസഞ്ചിയിൽ വേറെ എന്തെങ്കിലും തടിപ്പോ മൂത്രസഞ്ചിയിൽ കല്ലോ ഉണ്ടോ എന്നുള്ളതും നമ്മൾ നോക്കും. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS ലേക്ക് ഷോർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.